സൂര്യവംശിയുടെ ഉദയത്തിൽ ഹൈദരാബാദിന് അസ്തമയം. IPL എലിമിനേറ്റർ പേരിനോട് തികച്ച് നീതി പുലർത്തിയ മത്സരം. ഒരു 15 വയസ്സുകാരന്റെ അടിഞ്ഞാട്ടത്തിൽ ഹൈദരാബാദിന്റെ കിരീടമോഹം അവസാനിച്ചു. 47 റൺസിനാണ് രാജസ്ഥാന്റെ ജയം. ഇതോടെ രാജസ്ഥാൻ ക്വാളിഫയർ 2 പ്രവേശിക്കുകയും ഹൈദരാബാദ് പുറത്താവുകയും ചെയ്തു. IPL എലിമിനേറ്റർ മത്സരത്തിൽ നമ്മൾ കണ്ടത് ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ ഹൈദരാബാദ് ബൗളർമാരെ പഞ്ഞിക്കിടുന്ന സീൻ. ഇതിൽ 4 ഓവർ എറിഞ്ഞ ഒരു ഹൈദരാബാദ് ബൗളറിന് പോലും 10-ൽ താഴെ എക്കോണമി ഇല്ല എന്നത് രാജസ്ഥാന്റെ ബാറ്റിംഗ് എത്രത്തോളം ബ്രൂട്ടലായിരുന്നു എന്ന് മനസ്സിലാക്കി തരും. വൈഭവ് മാത്രം അടിച്ചുകൂട്ടിയത് 29 ബോളിൽ 97 റൺസ്, അതിൽ 12 സിക്സറുകളും. വെറും 3 റൺസ് അകലെയാണ് IPL ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന നേട്ടം വൈഭവിന് നഷ്ടമായത്. പക്ഷേ ക്രിസ് ഗെയിലിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് തകർത്തെറിഞ്ഞു. 65 സിക്സറുകളാണ് ഈ സീസണിൽ ഇതുവരെ വൈഭവ് അടിച്ചുകൂട്ടിയത്. ക്രിസ് ഗെയിലിന്റെ 14 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് പഴങ്കഥയായത്. പവർ പ്ലേ മുതൽ തന്നെ ആക്രമണം ആരംഭിച്ച വൈഭവ് ബൗണ്ടറികളും സിക്സറുകളും പായിച്ച് ഹൈദരാബാദ് ബൗളേഴ്സിനെ പ്രഷറിലാക്കി. 16 ബോളിൽ ഹാഫ് സെഞ്ചുറി. ഷോട്ട് സെലക്ഷൻ, കോൺഫിഡൻസ്, ടൈമിംഗ് എല്ലാം ഒരു എക്സ്പീരിയൻസ്ഡ് ഇന്റർനാഷണൽ ബാറ്റർ ലെവൽ, അതും നോക്കൌട്ട് മത്സരത്തിൽ. സെഞ്ചുറി ഉറപ്പായിരുന്ന സമയത്താണ് വൈഭവിന്റെ വിക്കറ്റ്. 29 ബോളിൽ 97 റൺസ്. വൈഭവ് ഔട്ടാവുമ്പോൾ വെറും 8 ഓവറിൽ ടീം ടോട്ടൽ 125. പിന്നീട് വേഗത കുറഞ്ഞെങ്കിലും RR ഫൈനലി മാസീവ് സ്കോറിലേക്ക് എത്തുകയായിരുന്നു. 243 റൺസ്. ഹ്യൂജ് ടാർഗറ്റ് ചേസ് ചെയ്യാനിറങ്ങിയ ഹൈദരാബാദിന് തുടക്കത്തിൽ തന്നെ പതറി. സ്കോർ ബോർഡ് തുറക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാർ ഓപ്പണർ പുറത്ത്. ആർച്ചറുടെ തീയുണ്ടയ്ക്ക് മുന്നിൽ അഭിഷേക് ശർമ്മ ഡക്ക്. ഇഷാൻ കിഷൻ അറ്റാക്കിംഗ് മോഡിൽ വന്നെങ്കിലും ജോഫ്ര ആർച്ചർ വീണ്ടും വില്ലനായി. ട്രാവിസ് ഹെഡിനെ ക്ലീൻ ബൗൾഡാക്കിയാണ് ആർച്ചർ കൂടാരം കയറ്റിയത്. ആർച്ചർ ഇന്ന് പ്യുവർ ബീസ്റ്റ് മോഡിലായിരുന്നു. ഇതിനു പുറമെ 3 കിടിലൻ ക്യാച്ചുകളും ആർച്ചർ എടുത്തു. പിന്നീട് ഹെൻറിക് ക്ലാസനും നിതീഷ് റെഡ്ഡിയും ഒക്കെ മത്സരം തിരിച്ചുപിടിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. രാജസ്ഥാന്റെ ബൗളേഴ്സ് വളരെ കാമായി ഗെയിം ഫിനിഷ് ചെയ്തു. 20 ഓവറുകൾ പൂർത്തിയാക്കാൻ കഴിയാൻ ഹൈദരാബാദ് 196 ഓൾ ഔട്ടായി. ഫൈനലി രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ 2 സീറ്റ് ബുക്ക് ചെയ്തു. ഗുജറാത്തുമായാണ് ഇനി രാജസ്ഥാന്റെ മത്സരം. വൈഭവ് തന്നെയാണ് കളിയിലെ താരം. ഇന്നത്തെ മാച്ച് റിസൾട്ടിനേക്കാൾ കൂടുതൽ ഓർക്കുക ഈ പേരായിരിക്കും: വൈഭവ് സൂര്യവംശി. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാർ വൈഭവ് ആയിരിക്കുമോ?